വെൽക്കം ബാക്ക്. ഷെബിയാണേ. പിന്നെ ഞാനും. നമ്മളിന്ന് ഗൂഡല്ലൂർ പോവാണേ. ഒരുപാട് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്, ഓരോ തിരക്കിനടി പെട്ടിട്ട് അങ്ങനെ ലേറ്റ് ഇങ്ങനെ വൈകി ഇങ്ങനെ പോവാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഗൂഡല്ലൂർ പോവാണ് ഞാനും മുത്തും കൂടി. പിന്നെ എന്നാ പോവല്ലേ, നമ്മൾ ഏകദേശം ഇപ്പോൾ 3 ആഴ്ചകളൊക്കെ ആയില്ലേ വീഡിയോ ഇട്ടിട്ട്. ഈ ഒരു വെൽക്കം ബാക്ക് കേട്ടിട്ടും നമ്മൾ വീഡിയോ കണ്ടിട്ടൊക്കെ ഏകദേശം ഒരു 3 ആഴ്ചത്തോളമായി. അപ്പം ഇന്ന് ഒരു ഗൂഡല്ലൂർ യാത്രയിലൂടെ എന്നാ പോലെ. അപ്പം പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ എടവണ്ണെത്തി. താത്ത കുറേ നേരമായി, പെട്ടെന്ന് ബ്രേക്ക് കുടിക്കും പിന്നെ നേരെ പോവും. താത്തക്ക് അതൊരു രസം, നമുക്ക് ഇങ്ങനെ രസം. എനിക്ക് ഇനി എന്ത് രസം? വലിയ രസമില്ല. എപ്പോൾ വണ്ടി എടുത്താലും നമ്മൾ ഈ ഒരു വൈക്ക് വരുമ്പോൾ പെട്ടാണ്ട് നിർത്തും. അതൊരു ശീലമായി പോയത് അങ്ങനെ. അത് അത്രയും നല്ല രസമാണ് ഇവിടെ. ഈ ഒരു റൂട്ടിന് ഇങ്ങനെ ഒരു രസമുണ്ട്. ഏതായാലും ഏത് ക്ലൈമറ്റ് ആണെങ്കിലും ഇവിടെ നല്ല രസമാണ്. ഇനിയിപ്പോൾ മഴക്കാലമായാലും സമ്മറായാലും ഒക്കെ ഒരേമാതിരിയാണ്. കരിമ്പുഴ പാലാണ്ടത്. പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഉഷാറാക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒരു കാടും കൂടി നമുക്ക് കയറി ഇറങ്ങാനായിട്ടുണ്ട്. ഇതാണ് വേറൊരു കാട്. ഇത് ശരിക്കും കാട്. അധികം മാനുകളൊക്കെയാണ് ഇവിടെ കാണലുണ്ട്. ഇപ്പം മരുന്നിന് പോലും ഒരു മാനിനെ പോയിട്ട് നായിനെ പോലും കാണാനില്ല. ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ ചെയ്യാനോ. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വണ്ടി പിടിച്ച് പോകുമ്പോണ്ട് ഒരു പ്രത്യേക രസമാണ് ഇവിടെ. ഇവിടെ എന്നല്ല, അത് ഏത് കാട് കൂടെ പോയാലും. അപ്പം എങ്ങനെയാണ് കഥ. നമ്മൾ കുറേ മുന്നിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് ഇതുവരെ ഇടാതെ നിന്നുകൊണ്ട് ഇപ്പം എങ്ങനെ വ്ളോഗ് ചെയ്യലും തന്നെ മറന്നിട്ടിപ്പോൾ. ചെറിയ ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ എടക്കര കഴിഞ്ഞു ഇനി അടുത്ത വഴിക്കടവ് പിന്നെ അങ്ങനെ നമ്മൾ നേരെ പോകും. മറ്റേ നാട് കാണിക്ക് കയറി അങ്ങനെ പോയി ഗൂഡല്ലൂർ. നമ്മൾ പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച ആണെങ്കിലും ഇന്ന് കല്യാണമൊന്നുമില്ല കൊണ്ട് റോഡ് നല്ല തിരക്കുണ്ട് എന്തായാലും. അപ്പം ഇനി നമ്മൾ നാട് കാണിച്ചൊരും കയറി പോവാണേ. നേരെ വണ്ടീൻ്റെ ബാക്ക് പിടിച്ചൊക്കെ ആ കുട്ടികൾക്ക് നല്ല രസം ഉണ്ടാവും. ഇത് കത്തിക്കൊന്നും വേണ്ട, നേരെ കേട്ടോ. അപ്പം നമ്മളെ നാട് കാണിച്ചോരം ഇവിടെ നിന്നും തുടങ്ങി സാധനം ഇവിടേക്ക് എത്തുമ്പോൾ മയജനാണല്ലോ. സാധനോടൊക്കെ എത്തുമ്പോൾ നല്ല മയജനുണ്ട്. വീട് എന്ത് മുട്ടിക്കണം എന്താ എത്തോടെ കാണാല്ലേ. ആന ഡൗട്ട് ഇങ്ങോട്ട് ഉരുണ്ടി ആടാന് ശ്രദ്ധിച്ചോ. ആന ഇറങ്ങുന്ന മേഖല. ഈ ഫ്ലക്സ് ഒട്ടിച്ചിട്ടാണ് ഈ ആനകളൊന്നും കാണാത്തത്. ആനനെ മനസ്സിലായിക്കണ്, പിന്നെ ഇത് അങ്ങനെ കാണുക. സത്യം പറഞ്ഞ നമ്മളെങ്ങട്ടാ എന്റെ വണ്ടിനെ അയക്കണിച്ചല്ലേ, ഞാനല്ലല്ലോ. ക്ലൈമറ്റ് ഉഷാറാണ്, അതുകൊണ്ട് എവിടെയും പോവാം. അല്ലാണ്ടെങ്കിൽ ദബടി തരാൻ എൻ്റെ ഫോട്ടോ. ഇന്നെന്ത് പറ്റി ഒന്നും ആരുമില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു കുരങ്ങന്മാരെങ്കിലും
അതുകൊണ്ട് വണ്ടിയൊന്നും കാണാനല്ല. കുറച്ചും കൂടി മോൾക്ക് എത്തിയിട്ടാണ് നോക്കണം, അപ്പൊ നല്ല രസമുണ്ടാവും. പറയാത്ത സാധനത്തിന് ഇപ്പൊ കണ്ടല്ലോ കൊരങ്ങനെ. ഞായറാഴ്ച ആയിട്ട് ഇപ്പൊ പണിയൊന്നും ഇല്ലാതെ ഇരിക്കല്ലേ. എന്തൊക്കെയോ ഇതുണ്ടല്ലോ അവിടെ. ആരും കണ്ട് ഉരുളിയാടെ നല്ല രസം ഉണ്ടാവില്ല കേട്ടോ അവിടെ. ആ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മള് കുറെ മുന്നേ നമ്മള് പറഞ്ഞില്ലേ, എന്താ പറയാ, നമ്മള് ടയർ മാറ്റാൻ പറഞ്ഞില്ലല്ലോ, അത് നമ്മൾ മാറ്റി ഉഷാറായിരിക്കണം. നല്ല അടിപൊളി ടയറിന് കൊടുത്തിട്ടുണ്ട്. ബൈ ദ ബൈ നാടുകാണി ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. എന്താ അവിടെ പച്ച എന്താ കണ്ട്, ചാക്കാണ്. അത് നമ്മളറിയാതെ പറഞ്ഞാട്ടെ. ഇതെന്ത് ഇയാളെ ബാക്ക് പോണെന്താ ചവിട്ടിയാ? കൊടുക്ക് മൂപ്പര് പാട്ടൊക്കെ കിട്ട പോണെ. ഈ സൈഡ് കയറി വല്ലാതെ അത്ര ഓവറാണ്ട. അവിടെ തിരക്കൂലല്ലോ ഇനി. കൊറേ അവിടെ ഇനി വലിയ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടാവും ഇനി. ഇവിടെ തിരക്കൊന്നും കാണില്ല. ഇവിടെ വണ്ടിയില്ലല്ലോ. ഞാനെങ്ങനെ വന്നുകൊണ്ട് തീർത്തോ? അത് ഊട്ടി പോക്ക് നിർത്തി വെച്ചു ആൾക്കാര്. ഇവിടുത്തെ മുളക്കത് വെട്ടിക്കൊണ്ടുപോകണം. റോഡ് വലിയ രസം ഉണ്ടാവില്ല കേട്ടോ തമിഴ്നാട് എത്തിയാല്. ഇവിടെ എനിക്ക് അട്ടപ്പാടിയിട്ട് എന്തിനും ചുരം, അട്ടപ്പാടി ചുരം വേറെ ലെവലല്ലേ. ഇവിടുത്തെ മുളൊക്കെ വെട്ടിക്കൊണ്ടുപോകും കേട്ടോ ഇവിടെ. ഇപ്പൊ ഇതിന്റെ ഗുഡൻസ് എന്താന്നറിയില്ല, എന്തുണ്ടാക്കാനാണാവോ. ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് കാര്യന്നേ. ആ എല്ലാണ് ഇല്ല. കൊറേ ആൾക്കാരുണ്ടല്ലോ അവിടെ. ചാരല്ലേ പൈസ അല്ലേ ഒട്ടിയേ. മഴക്കാലത്ത് ഇതിലൊക്കെ ഇങ്ങനെ വെള്ളം ചേർന്നാണ്. എന്തിനാണ് ഈ കട്ടട്ട് വെച്ചിവിടെ? ഈ നാട് കാണി ആ നാട് ആദ്യം കേറി അന്ന് എണ്ണ കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങി നീ എന്നത്. പിടിച്ചല്ല, നമ്മള് വണ്ടിക്ക് പൈസ കൊടുക്കണം അവിടെ. 30 റുപ്യ ഒരു കാറിന് വെച്ചിട്ട്. വണ്ടിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പോണത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. ഇതാണ് എൻ്റെ മാപ്പൊക്കെ കണ്ട നല്ല രസമുണ്ട്. സത്യം പറഞ്ഞെങ്കിൽ ഒരു ഗ്രാമീണ വഴി കൂടി നമ്മള് വണ്ടി എടുത്തിട്ട് ഇനി പോകാൻ വേണ്ടി പോണത്. റൂട്ട് ഞാൻ കാണിച്ചുതരാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് ഒരു വല്ലാത്തൊരു സെറ്റായി പോയി. അടിപൊളി റോഡല്ലേ. കോണി പോണോലൊക്കെ അങ്ങോട്ടാണ് തോന്നുന്നുണ്ട്. കാട്ടുപശുവിനെ കണ്ടിരിക്കുകയാണ്. ആ ഗോമാതേനെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കണ്ട, അതങ്ങനെ പറയാം. റോഡ് നല്ല അടിപൊളി റോഡാണ്.
ഒന്നും പറയല്ല, നല്ല സേറ്റ് റോഡ്. ഇവിടെ വെയിലിന് വേറെ പ്രത്യേകത അല്ലേ? ഇവിടുത്തെ ആകാശം നീലല്ലേ, നമ്മളവിടക്ക് ആകാശം നീലാവലേ ഇല്ല. നമ്മള് വെള്ളക്കുപ്പി നിർത്തിട്ടല്ല കേട്ടോ, ഞാൻ ചെക്ക് പോസ്റ്റ് പോയാൽ എന്തായാലും കൊടുങ്ങും. അപ്പൊ വെള്ളക്കുപ്പി നമ്മൾ തൊട്ടിട്ടേ ഇല്ല. എന്നോ എടുത്തുണ്ടേനും ഇതില്ല, നമ്മള് വല്ല എന്ത് ചെയ്ത് മറച്ചു പണി കിട്ടിയോ. അല്ലെങ്കിൽ എന്നാ തന്നെ 30 റുപ്യ ഒരു വണ്ടി കൊടുക്കണം. എന്തിനാണ് ഇതിന്റെ ഒക്കെ ഒരു ആവശ്യം എന്ന് ഞാൻ ആലോചിച്ചു നോക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പരിപാടിയാണ് ഇത്, തേയില കൃഷി. അത് ഇഷ്ടം മാതിരി തച്ചിട്ട് കിട്ടിയോ. ഒരു അടിപൊളി സ്ഥലം ഉണ്ടത്, കാണാൻ രസമാണ്. അതൊക്കെ ഇടുങ്ങിയ റോഡുണ്ട്, ഇടുങ്ങിയ പാലം വരുന്നുണ്ട്. വണ്ടി ഒന്നാത്താ അങ്ങോട്ട് കുത്തിയർക്കോ അല്ലാത്ത തീരെ ഗ്യാപ്പില്ലല്ലോ. അതിനൊരു പറഞ്ഞ ചെറിയ ചെറിയ കാർ പോകും പറഞ്ഞത്. നമ്മള് വലിയ കാറല്ലേ. റോഡ് സെറ്റ് റോഡ് ഓക്കെ. ഇനി ക്ലച്ച് പതുക്കെ വിട്ടിട്ടോ. ഏത് സ്ഥലല്ലേ ഫോൺ എടുക്കല്ലേ ഫോൺ എടുക്കല്ലേ. എന്താ ഫോൺ എടുത്ത് വിളിച്ചാ ഊട്ടിപ്പട്ടി രസം. ഹോണടിച്ചോ ഹോണടിച്ചോ. ഇതാവും പറഞ്ഞ ചെറിയ ചെറിയ വണ്ടികളൊക്കെ പോകുന്നു. രസല്ലേ ഇറങ്ങി കൊടുത്തേ. നമ്മളെ വലിയ വണ്ടിയൊന്നും വരില്ല കേട്ടോ, അതായത് ബസ്സും ഇതൊന്നും വരില്ല. അതായത് ചെറിയ ചെറിയ വാഹനങ്ങൾ ഈ റോഡിൽ വരുള്ളൂ. അപ്പൊ നമ്മള് കാർ വരുമ്പോ തന്നെ ഏകദേശം റോഡ് ഫുള്ളാണ്. നമ്മള് എന്താ പറയാ, നാട് കാണിച്ചരം കഴിഞ്ഞ് കൂടുതലേക്ക് കയറിയ ഉടനെ കുറച്ചിങ്ങോട്ട് തിരിഞ്ഞു പോന്നാൽ മതി. ഏകദേശം നമ്മള് ആ റോട്ടിലെത്തും. പിന്നെ ചെറിയൊരു സൈഡ് റോഡാണത്. ഈ ചുറ്റുഭാഗത്തും കാണുന്നത് തേയില കൃഷികളാണ്, തേയിലത്തോട്ടങ്ങളാണ് ഇത് രണ്ടും. തേയിലിന് ഇലക്ക് നുള്ളിയിട്ടാണ് പോകുന്ന ആൾക്കാർ. പിന്നെ ചെറിയ തണുപ്പുണ്ട്, അതേമാതിരി തന്നെ ചെവി കടക്കണുണ്ടാകാൻ. എന്താ ഭംഗി. ബൈക്ക് എന്ത് സത്യം പറഞ്ഞാൽ ബൈക്ക് എടുത്ത് വരണം. ആ ബൈക്ക് എടുത്ത് വരുമ്പോണ്ടല്ലോ അത് വേറെ ഒരു ഫീലേക്കാരത്. കാരണം ഈ തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോ തന്നെ ഒരു പ്രത്യേക രസമാണത്. ഇത് കോൾ സ്റ്റാർട്ടാ. അപ്പൊ ഇനി നമ്മള് പോണത് നിർത്താനൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. കാറുണ്ട് നേരെ നോക്കി പിടിക്കോ. എന്താ രസല്ലേ ആ സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാറായതുകൊണ്ട് നിർത്തിടാനൊരു ഇതില്ല, സ്പേസ് ഇല്ല. അല്ലെങ്കിൽ നമുക്ക് നിർത്തി കിട്ടി ഇങ്ങനെ ആക്കും പോലൊക്കെ ഇങ്ങനെ കണ്ടാൽ മതി.
നിർത്തിടാനൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോണത്, വണ്ടി കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പോണത്. വേറെ വണ്ടി ഇവിടെ ആളും ബഹളങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ. പക്ഷെ അടിപൊളി സ്ഥലങ്ങൾ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇതിലെ, അങ്ങനെ കാണാനായിട്ട് ഇതിലൊക്കെ വരുന്നുണ്ട് കുറേ ആൾക്കാർ. സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു രസമുള്ളൊരു സ്ഥലമാട്ടത്. ചോട്ട് കൊടുത്തോ. ഫുള്ള് കാടേരി തന്നെയാണ് ഇത്. കാടേരിയിലാണ് നമ്മൾ പോണത്. എന്താ പറയാ, രസം വെച്ച് വേറെ വണ്ടിയില്ല. അടിപൊളി. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു റോഡിലുള്ള കാഴ്ച കേട്ടോ. അടിപൊളിയാണ്, നല്ല അടിപൊളിയാണ്. എന്താ അഭിപ്രായം പറയാനില്ല എനിക്ക്? ചെറിയ റോഡും ബാക്കി നല്ല വ്യൂ. അപ്പൊ ഇനി നമ്മള് നാടുകാണിനെ തിരിക്കാണ്. ഈ ഒരു റോഡ് നമ്മൾ നേരെ പോയി കഴിഞ്ഞാല് വയനാട്ടിൽ എത്തുക. വയനാട് സുൽത്താൻ ബത്തേരിക്കാണ് എത്തിച്ചാടുക. അത് കുറെ പോവാണ്ടിട്ട് ഇനി നല്ല രസമുള്ള റൂട്ടാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ. പിന്നെ എന്നാല് ആളുകൾ ഒരുപാടുണ്ട്. കുറച്ച് നേരത്തെ കണ്ടിരുന്നു ഇവിടെ മറ്റേ തേയില നുള്ളിയാണ്ട് പോണ കുറേ ആൾക്കാരൊക്കെ കണ്ടിരുന്നു ഇവിടെ. പിന്നെ ഏതാണ് രസം നോക്കുന്നത്? മറ്റേ ആ പച്ചപ്പിൻ്റെ അടിയിൽ കൂടെ റോഡും അതിൻ്റെ ഒരു കാറും 2-3 വളവും ഹോണടിച്ചാതെ പോവാണെന്നുണ്ടെങ്കിൽ വണ്ടി മുമ്പ് ചാടും ചെയ്യും. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ആ മലന്റെ മേലൊക്കെ കയറിയൊക്കെ ഉണ്ടല്ലോ ഒന്ന്. നമ്മളിപ്പോ നാടുകാണി ഇറങ്ങാറേ. നാടുകാണി പതുക്കെ ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് എത്തി. അങ്ങനെ അപ്പൊ അതിനിങ്ങനെ എന്താ പറയാ, നിർത്തിയും പോയി അങ്ങനെ പോകണം കേട്ടോ നമ്മള്. എന്താ ചിക്കനാണ് തൂക്കിച്ചത് അല്ലല്ലേ? നമ്മള് ഇങ്ങനെ പകുതി നിർത്തുക, കുറച്ച് പോവുക, പിന്നെ നിർത്തുക, അങ്ങനെ ഒരു നിർത്തി പോവുക അങ്ങനെ ഇങ്ങനെ പോവാണ് നമ്മള്. പിന്നെ പറഞ്ഞാല് ഈ ഒരു ഇപ്പൊ നമ്മള് കണ്ട സ്ഥലം ഉണ്ടല്ലോ, ഒരു അടിപൊളി സ്ഥലമാണത്. അധികം എനിക്ക് തോന്നുന്നു വല്ലാതെ ടൈം ആയിട്ടില്ല തോന്നുന്നുണ്ട് ആ ഒരു സ്ഥലം. നല്ല കിടലിന് അടിപൊളി ആംബിയൻസോട് കൂടി യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. പിന്നെ കുറച്ച് മുട്ടായി വാങ്ങണം നമുക്ക്. അപ്പോൾ ഇതിന് പറ്റിയൊരു കട നമുക്ക് നിർത്തണം. കട പറഞ്ഞ് ഞാൻ വരെ തമിഴാവൽ തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടി. പിന്നെ നീ ഞായറാഴ്ച ആയതുകൊണ്ട് തോന്നുന്നു വലിയൊരു തിരക്കില്ലട്ടെന്ന്. എന്താ കരിക്ക ഇനിയൊരു ചായ കൂടി ആക്കട്ടെ. കുറേ അല്ല ഇങ്ങനെ ഓടുന്നു, മുത്തൊക്കെ താകെ തളർന്നിരിക്കുന്നു. അഞ്ഞത് ചാടിച്ചിട്ട് ഓടെ അടിപൊളി പ്ലേസ് ഇട്ട് അവിടെ.
അടിപൊളി സ്ഥലല്ലേ. അവിടെ 2 വെള്ളച്ചാട്ടം കണ്ടോ അവിടെ. ഏത് വെള്ളച്ചാട്ടമാണോ എന്നറിയില്ല. പൊളി. എന്തായാലും ഒരു അടിപൊളി സ്ഥലല്ലേ. ഇവിടുന്ന് നെറൂന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുള്ള് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ചെറിയ 2 വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ. നാടുകാണി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഭയങ്കര ചൂട്. നമ്മൾ AC ഇട്ട് ഇങ്ങനെ ഇറങ്ങണേ. നമ്മൾ പതുക്കെ AC ഇട്ട് ഇങ്ങനെ ഇറങ്ങണം നമ്മൾ. പിന്നെ മൊത്തം ചെറുതായിട്ടൊന്ന് വേഷം മാറി. കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോൾ ഒരു പിന്നെ ഇങ്ങോട്ട് വരുതാ റോക്സ് ഡിഫൻഡറിന്റെ കോപ്പി ഒക്കെയുണ്ട്. ബൈ ദ ബൈ നമ്മൾ പറഞ്ഞു വരുന്നത്, നാടുകാണി ഇങ്ങനെ ഇറങ്ങുകയാണ്. തമിഴ്നാട് കഴിഞ്ഞാലേ നമുക്ക് ഇനി റോഡ് ഉഷാറായിട്ട് കിട്ടുള്ളൂ. കേരളത്തിലേക്ക് പ്രവേശിക്കണം, എന്നാലേ നമ്മളെ റോഡ് അടിപൊളിയാക്കും. അവിടെ വെള്ളം ചോർന്ന് എന്താ കോട്ടേഴ്സാ എന്തോ ഉണ്ട്. ചെറിയൊരു അരുവിയുണ്ട് ഇവിടെ. പിന്നെ റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ എടുത്ത് എറിഞ്ഞ് ഓടാം. നമ്മളെ പോലത്തെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ 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 കുത്തിക്കുരുങ്ങി ഇങ്ങനെ പോവുകയും ചെയ്യാം. കാട്ടാന കാട്ടാന. ഗ്ലാസ് തീരെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാ, അല്ലാതെ മഴ പെയ്തിട്ടൊന്നുമില്ല. വലിയ ക്ലിയറും പോയപ്പോൾ. പിന്നെ നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് സൈഡാക്കി നമുക്കൊന്ന് ഇറങ്ങി കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്ത് നോക്കാം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വിട്ടുകാണ്ട് പിന്നെ ബത്തേരി വഴി നമ്മൾ താമരശ്ശേരി ചുരം വഴി ഇങ്ങനെ ഇറങ്ങി പോരാനാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് നമ്മൾ തീരുമാനം മാറ്റി. എല്ലാ ഗൂഡല്ലൂർ പോയി. അവിടെ നമ്മൾ ചെറിയ റോഡ് കൂടെ പോയി കണ്ട്, ആ ഒരു ഗ്രാമങ്ങളോട് പോയി കണ്ട് നമ്മൾ നേരെ തിരിച്ചു വരികയാണ് ചെയ്തത്. പിന്നെ നമുക്ക് അവരെ ഓവർ കണ്ട് നിൽക്കാനും ഇതിനൊന്നും പറ്റൂല. കാരണം ഒന്നാമതേ ആ റോഡ് തീരെ വീതിയില്ലാത്ത റോഡാണ് അവിടെ. നമ്മൾ വണ്ടി പോകുമ്പോൾ തന്നെ അത് ഫുള്ളാവണുണ്ട്. അപ്പോൾ ആകെ പറഞ്ഞത് നമ്മളോട് ഡ്രൈവിങ് മാത്രമാണെന്നുള്ളത്. അപ്പോൾ അത് ഏകദേശം നമുക്ക് തീരുമാനമായിട്ടുണ്ടോ? ഇനി ഡ്രൈവിങ് വേണ്ടിലേക്ക് എത്തണം പാറില്. ആ ഗ്ലാസ് പൊന്തിച്ച് വളരെ നന്നായിട്ട് നമ്മള് ഇല്ലെങ്കിൽ ഒരു അടി ഉണ്ടാവില്ലേ ചാടുമ്പോ. ടയറുണ്ടല്ലേ, അടി കുറവുണ്ട്. ആ നമ്മള് ടയർ വെച്ചെന്നില്ലല്ലോ. ടയർ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ് ടയർ മാറ്റാൻ എന്താ ഞാൻ വണ്ടിക്ക്. നമ്മളിങ്ങനെ കുറേ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേനി നമ്മൾ ടയർ മാറ്റണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടേനി. പക്ഷെ നമുക്ക് മാറ്റാൻ എന്താ പറയുക ഒരു ഒഴിവും കിട്ടിയില്ല. ഏത് നല്ല കമ്പനി നോക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മൾ ഏതായാലും ടയർ മാറ്റിയാണ്. മിഷേലിൻ്റെ ടയർ നമ്മളിട്ട്, അതാകുമ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റിക് കിട്ടും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേൾഡിലെ തന്നെ നമ്പർ 1 ബ്രാൻഡായിട്ടുള്ള ഒരു കമ്പനിയാണ് ഷെയിൽ കമ്പനി. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഓടാൻ പറ്റില്ല, കാരണം മുമ്പിൽ ലോറിയുണ്ട്. ഹൈ കയറിട്ട് ഇങ്ങനെ പോയേക്കാൻ നമ്മൾ ഇങ്ങനെ പതുക്കെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ പോവാം. ഇനി നമ്മൾ വീഡിയോ അതേമാതിരിക്ക് തന്നെ ഏകാരം മിക്കവാറും വരിക 2 ആഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കാരും വരിക. ഒന്നും തോന്നരുത്, തിരക്കായതുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയി കണ്ട് തിരക്കൊക്കെ കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയി കണ്ട് വീഡിയോ ഇടും. അതെ, അത്രേ ഉള്ളൂ. സംഭവം പറഞ്ഞാലേ
പോവാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഒന്ന് ഫ്രണ്ടിൽ ചാട് പോവുക ചെയ്യുക വിചാരിച്ചാ ഓക്കെ. ഞായറാഴ്ച പണിയൊന്നും ഇല്ലാതെ ലീവൊക്കെ എടുത്തിരിക്കണ വേറെ ആൾക്കാർ ഇതവിടെ. തണുത്തിലുണ്ട് അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മലയാളികൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓരെ കൊണ്ടിട്ടുള്ള നന്മയാണ് ഇതൊക്കെ. ചപ്പും ചവറുകളും അതെല്ലായിടത്തുണ്ടാവും. അത് ഇനി എത്ര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയാലും അവിടെ ഉണ്ടാവും. എന്നാലിപ്പോൾ മൂപ്പർക്ക് ഇപ്പം എന്താ പറ്റി? എന്തോ കാര്യമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ മൂപ്പർക്ക്. ഒറ്റക്ക് ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താ പോ പെണ്ണുങ്ങൾ തെറ്റിപ്പോയോ? എന്തോ പറ്റിക്കണില്ലേ? പതുക്കെ മുമ്പ് എടുത്ത് പോവാ. താത്തല്ലേ എന്തോ ഞാണിയേ എന്തോ പറ്റിയേ? വിട്ടോ വിട്ടോ പോയി തരുമെന്ന് വെച്ചിട്ടുണ്ട്. വിട്ടോ പോവാം. വിളിച്ചോ. അപ്പൊ ഇങ്ങനെയാണ് പരിപാടി. അങ്ങനെ യാത്ര നമ്മളെ യാത്ര പെട്ടെന്ന് കഴിയണ്ടല്ലോ. എന്തോ കത്തിക്കരിഞ്ഞ നിലയിൽ ഇതൊരു ഡസ്റ്റർ ഇവിടെ. പാലേ ഞങ്ങൾ എന്തൊക്കെ ആഗ്രഹം കൊണ്ടെടുത്ത് കയറി. അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി. ഇവര് പകല് മൊത്തം ഇങ്ങനെ സൈഡാക്കിയാണ്ട് കടന്നുറങ്ങും. എന്നിട്ട് രാത്രി വണ്ടിയും കൊണ്ട് ഓടും ചെയ്യും. ശരിക്കും തന്നെ വണ്ടി അല്ലേ? ഈ പകല് ബ്ലോക്കില്ലാതെ ഇങ്ങനെ ഓടും ചെയ്യാം. രാത്രി പിന്നെ ഓരോ ടൈമാണല്ലോ. അപ്പൊ അങ്ങനെ പോവും ചെയ്യും. ആട്ടിൻപാറ വെള്ളച്ചാട്ടം പറഞ്ഞു എന്തി കാട്ടണേ. ഇവിടെ ഒരു മക്കബറൊക്കെ ഉണ്ട് കേട്ടോ. കമ്പരിപാലനം അർഷാദുൽ മുസ്ലിയാർ സംഘം. നമ്മളെ കേരളത്തിക്ക് പ്രവേശിച്ചിട്ട് ഇപ്പൊ കുറച്ച് സമയമായി. നമ്മള് എന്താ കേരളത്തിക്ക് കേറിയപ്പോഴപ്പോ ഇങ്ങനെ ആയത്? റോഡാണെങ്കിൽ റോഡ് നമ്മള് എന്താ പറയാ തമിഴ്നാട്ടില് ആയ സമയത്തുള്ള റോഡല്ല കേട്ടോ. തമിഴ്നാട് റോഡല്ല അത്, കേരള റോഡാണ്. അത് കുറച്ചൊക്കെ സമാധാനമുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മളെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയിമൊക്കെ നമ്മൾ വല്ലാതെ മുണ്ടാൻ പാടില്ല. ഓക്കെ, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാല് നമ്മൾ ഇന്ന് ഒരു കൂടല്ലൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മള് ഇങ്ങനൊരു വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. ആ സംഭവം ഇങ്ങനെയൊക്കെയാണ്. ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. നമ്മൾ നല്ലൊരു യാത്ര നമ്മൾ വരുന്നുണ്ട്. ഒരു 2, 3, 4 ദിവസത്തിന്റെ ഒക്കെ ഒരു യാത്ര നമ്മള് വരുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മള് എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ എന്താ പറയല്ലേ എന്നോടാ ഒന്നും പറയാല്ല. ഇവിടെ ബ്ലോക്ക് തുടങ്ങി.
നാട്ടിൻ്റെ പ്രത്യേകതയാണ് ഈ ബ്ലോക്ക്. അപ്പം അങ്ങനെ ഇതിന് കഥ. അപ്പം എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.